ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്മൈൽ വിത്ത് ജോ. ഇന്ന് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന പോലുള്ള ഗോബി മഞ്ചൂരിയൻ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. മാത്രമല്ല അടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തിയാലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോസ്. അപ്പോൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ഞാനല്ല, ഹസ്ബൻഡാണ്. സൺഡേ സ്പെഷ്യൽ കുക്കിംഗ് ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി കാണാം. ആദ്യം കോളിഫ്ലവർ കുറച്ച് നേരം തിളച്ചുവെള്ളത്തിലിട്ട് വെച്ചായിരുന്നു. എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കുവാണ്. അടുത്തതായിട്ട് ഈ കോളിഫ്ലവറിനെ മാരിനേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിനായി ആദ്യം മൈദ മാവ് ഇട്ട് കൊടുക്കുകയാണ്. എത്ര സ്പൂൺ വേണ്ടി വരും കേട്ടോ? 3 സ്പൂണ് മൈദ മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോൺഫ്ലോർ ഒരു 2.5 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഗോതമ്പ് പൊടി ഒരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. നെക്സ്റ്റ് കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ, പിന്നെ ഒരു 1/4 ടീസ്പൂണും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാലയാണ്, അതൊരു 1/4 ടീസ്പൂൺ, അത്രമാത്രമേ ആവശ്യമുണ്ടാവുള്ളൂ. പിന്നെ ആവശ്യമുള്ളത് മല്ലിപ്പൊടിയാണ്, അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതൊരു 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ചെറിയൊരു പുളിപ്പിനായിട്ട് ഒരു 1/2 മുറി നാരങ്ങയൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 1.25 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി എത്തുന്നത് വരെ ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. ഇനി ലാസ്റ്റ് കോളിഫ്ലവറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അതിനുശേഷം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഈ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് ഒരു 15 മിനിറ്റ് വെച്ച് കൊടുക്കുകയാണ്. 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച ശേഷം കോളിഫ്ലവർ ഒന്ന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഫ്രൈ ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. ചൂടായ എണ്ണയിലേക്ക് കോളിഫ്ലവർ ഇനി ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. പാനിലേക്ക് മാറ്റുവാണ്. അങ്ങനെ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി മഞ്ചൂരിയൻ ഉണ്ടാക്കാനായിട്ട് പാന് വെച്ച് കൊടുക്കാം. ഇനി ചൂടായ പാനിലേക്ക് 3 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് ഇനി ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. ഇഞ്ചി ഒരു 2 ഇഞ്ച് വലുപ്പത്തിലാണ് എടുത്തേക്കുന്നത്. പിന്നെ വെളുത്തുള്ളി ഒരു 6 എണ്ണം വലുപ്പമുള്ളത് ഇതുപോലെ കട്ട് ചെയ്ത ശേഷം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സവോളയാണ് ഇനി ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. സവോള കട്ട് ചെയ്യേണ്ടത് ഏതാണ്ട് ഈ ഒരു വലുപ്പത്തിലാണ്. ഇനി നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമണം മാറിയിട്ടുണ്ട്.
ഈ ഒരു സമയത്ത് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇതൊരുപാട് ഗോൾഡൻ കളറായിട്ട് വരുന്ന രീതിയിൽ വറുക്കേണ്ട ആവശ്യമുണ്ടാവുമോ? ആ രീതിയിൽ വറുക്കേണ്ട ആവശ്യമുണ്ടാവില്ല. ഈ ഒരു കുറച്ചൊന്ന് വെന്ത് കിട്ടുന്ന പരുവത്തിൽ ആയാൽ മതിയാവും. അപ്പോൾ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് സവോളയെല്ലാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ടൊമാറ്റോ സോസാണ്. ഏതാണ്ട് ഇത്രയും ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുവാണ്. പിന്നെ ഈ സോസ് എല്ലാം കുറച്ച് ചിലവർക്ക് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഇഷ്ടമുണ്ടാവും, ചിലവർക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്ന ഇഷ്ടമുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സോസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിലെത്രയാണോ ആവശ്യം അതനുസരിച്ച്. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുവാണ്. ഈ 4 പച്ചമുളക് നടുവേ കീറിയ ശേഷം ഇത് തിളച്ച് വരുന്ന നേരം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് 1.5 ടീസ്പൂൺ സോയാ സോസും 2 ടീസ്പൂൺ ചില്ലി സോസും ആഡ് ചെയ്ത് കൊടുത്തായിരുന്നു. പക്ഷെ എനിക്കത് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല, ക്ഷമിക്കണം. ഇപ്പോൾ നന്നായിട്ട് അത് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ചുകൂടി ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ കോളിഫ്ലവർ ആഡ് ചെയ്ത ശേഷം ആഡ് ചെയ്ത് കൊടുക്കുന്നത് കോൺഫ്ലോർ ആണ്. അതൊരു 2 ടീസ്പൂൺ ഒരു ബൗളിലേക്ക് എടുത്ത് കുറച്ച് തിളച്ച വെള്ളത്തിൽ അത് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് ഈ മഞ്ചൂരിയൻ കിട്ടാനായിട്ടാണ്. പിന്നെ കോളിഫ്ലവർ ആഡ് ചെയ്ത ശേഷം ഒരുപാടൊന്നും തിളപ്പിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം കൂടുതൽ തിളപ്പിക്കുമ്പോൾ ഇതിൻ്റെ ക്രിസ്പിനെസ് എല്ലാം പോയി അത് സോഫ്റ്റ് ആയിട്ട് വരും. അതുകൊണ്ട് ഒരുപാട് തിളപ്പിക്കരുത്. അങ്ങനെ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ച് ഒരു ഗാർണിഷിങ്ങിനായിട്ട് മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. അതുകൂടി ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം തീ ഓഫ് ചെയ്യുവാണ്. അപ്പോൾ ഈ ഗോബി മഞ്ചൂരിയൻ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാ വ്യൂവേഴ്സിനോടും ഒരുപാട് നന്ദി. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.